പേനയ്ക്ക് പുസ്തകത്തിന് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും. 2014 നൊബേൽ സമ്മാന ജേതാവായ മലാല യൂസഫ്സായുടെ വാക്കുകളാണിവ. ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, പ്രിയമുള്ള കൂട്ടുകാരെ, അതെ, വിദ്യാഭ്യാസം, സാമൂഹിക പരിഷ്കരണങ്ങൾ, കലാ സാഹിത്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഒരു നാടിന്റെ സാംസ്കാരിക വളർച്ചയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന പ്രധാന ഘടകങ്ങളാണ്. 1805 മുതൽ 1871 വരെയുള്ള 66 വർഷത്തെ നിസ്തുല ജീവിതത്തിനിടയിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ എന്ന കർമ്മയോഗി കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഇക്കാര്യങ്ങളെല്ലാം നടപ്പാക്കി വിജയം വരിച്ച നവോത്ഥാന നായകനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം വിലയിരുത്തിക്കൊണ്ട് ഡോക്ടർ സുകുമാർ അഴീക്കോട് പറഞ്ഞു, ചാവറയച്ചൻ ഒരു യുഗസൃഷ്ടാവായിരുന്നു. 19ാം നൂറ്റാണ്ടിൽ ജീവിച്ച് കേരളീയ സമൂഹത്തിന് ശക്തിയും വെളിച്ചവും പകർന്ന ചാവറയച്ചൻ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് സൂര്യ തേജസ്സായി ചൂടും വെളിച്ചവും പകരുന്നു. എങ്ങനെയാണ് കേരളത്തിന്റെ സാംസ്കാരിക വളർച്ചയിൽ ചാവറയച്ചൻ ഒരു കെടാവിളക്കായി തീർന്നത്? സാംസ്കാരിക വളർച്ചയുടെ അടിത്തറ വിദ്യാഭ്യാസം തന്നെയാണെന്ന് ചാവറയച്ചൻ ഉറച്ചു വിശ്വസിച്ചു. സങ്കീർണമായ ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും ഉച്ചനീചത്വങ്ങളും നിലനിന്നിരുന്ന കേരളീയ സംസ്കാരത്തിലെ ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്കാണ് മാറ്റത്തിന്റെ ശംഖുലിയുമായി ചാവറയച്ചൻ കടന്നു വന്നത്. 1846 അവർണർക്കും സവർണർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കുവാൻ ഇടം നൽകിയ സംസ്കൃത സ്കൂളിന്റെ സ്ഥാപനത്തിലൂടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന് ചാവറയച്ചൻ അടിത്തറ പാകി. 1864 ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന നിയമം നടപ്പാക്കിയതിലൂടെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം ചാവറയച്ചൻ സാർവത്രികമാക്കി. കൂടാതെ ദരിദ്രരായ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി, അതിനായി നെൽകൃഷി, സൗജന്യ പുസ്തക വിതരണം, ഭാഷാ പഠനത്തിന് ഇംഗ്ലീഷ് സ്കൂളുകൾ, തൊഴിൽ പരിശീലന കേന്ദ്രം തുടങ്ങിയവയും ചാവറയച്ചന്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇടം നേടുകയുണ്ടായി. ക്രിസ്തുവിന്റെ പാത പിന്തുടർന്ന് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ചാവറയച്ചൻ പ്രത്യേക പരിഗണന പുലർത്തിയിരുന്നു. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് ഒരു വിലയും കൽപ്പിക്കാതിരുന്ന ആ കാലത്ത് സ്ത്രീത്വത്തിന്റെ മഹത്വം വിളിച്ചോതാൻ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. തന്റെ ജന്മനാടായ കൈനഗിരിയിൽ സ്ഥാപിച്ച ഭൂവിശാല അഗതികൾക്ക് മാന്യമായി ജീവിക്കുന്നതിനുള്ള ഒരിടമായിരുന്നു. ദരിദ്രരെ സഹായിക്കുന്നതിനായി ചാവറയച്ചൻ തുടക്കം കുറിച്ച പിടിയേരി സമ്പ്രദായം മഹത്തായ ആശയം തന്നെയാണ്. കുടുംബബന്ധങ്ങൾ സുദൃഢമാക്കാനുള്ള പാഠങ്ങൾ ഒരു നല്ല അപ്പന്റെ ചാവറയിലൂടെ ചാവറയച്ചൻ നമുക്ക് പകർന്നു നൽകി. 1846 കോട്ടയം മാന്നാനത്ത് സ്ഥാപിച്ച പ്രസ്സും പ്രസിദ്ധീകരണശാലയുമാണ് മറ്റൊരു ചരിത്ര സംഭവം. ദീപിക ദിനപത്രം, കർമ്മല കുസുമം തുടങ്ങിയവയുടെയും ഉത്ഭവം അവിടെ നിന്നായിരുന്നു. അദ്ദേഹത്തിന്റെ കലാ സാഹിത്യ ആധ്യാത്മിക രചനകൾ ഏറെ പ്രാധാന്യത്തോടെയാണ് ഇന്ന് കേരളീയ സമൂഹം വീക്ഷിക്കുന്നത്. അനസ്താസിയയുടെ രക്തസാക്ഷ്യം പോലുള്ള ഒട്ടേറെ കാവ്യങ്ങൾ, പ്രാർത്ഥനാ പുസ്തകങ്ങൾ, ചരിത്രരേഖകൾ, ജീവചരിത്രങ്ങൾ തുടങ്ങി എത്രയോ കൃതികൾ ഈ സാംസ്കാരിക നായകന്റെ തൂലികയിൽ നിന്ന് ജന്മം കൊണ്ടു. ഒരു ക്രിസ്തീയ പുരോഹിതൻ എന്ന നിലയിൽ ചാവറയച്ചൻ നടത്തിയ ആത്മീയ പ്രവർത്തനങ്ങളും പ്രാർത്ഥനാ ജീവിതവും ഒക്കെ കേരളത്തിന്റെ സാംസ്കാരിക വളർച്ചയെ ലക്ഷ്യം വെച്ചായിരുന്നു. ചാവറയച്ചന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച CMI, CMC സന്യാസ സമൂഹങ്ങൾ, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയവയിലൂടെ ഇവയെല്ലാം തുടർന്നു കൊണ്ടുപോകുന്നുവെന്നത് അഭിമാനത്തോടെ ആദരവോടെ ഓർക്കുകയാണ്. കാലഘട്ടത്തിന്റെ അന്തതയെ തന്റെ ചിന്തയുടെ പ്രകാശം കൊണ്ട് പാവനമാക്കിയ ചാവറയച്ചന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശം. ചാവറയച്ചൻ ഭദ്രദീപം കൊളുത്തി ധന്യമാക്കിയ വഴിത്താഴയിലൂടെ സഞ്ചരിച്ചാണ് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മഹത് വ്യക്തികൾ സാംസ്കാരിക കേരളത്തെ പടുത്തുയർത്തിയത്. പ്രബലമായ ഒരു ജനസഞ്ചയത്തെ, സാംസ്കാരിക കേരളത്തെ പടുത്തുയർത്തുവാൻ ശ്രമിച്ച ചാവറയച്ചനെ ചരിത്രം അതിന്റെ തമസ്കരണികൾക്കുള്ളിലാക്കുകയായിരുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നക്ഷത്രങ്ങളെ അനാഥമാക്കുവാൻ ഒരു ചരിത്രത്തിനും കഴിയുകയില്ല എന്ന് പറയുന്നത് പോലെ ഇതിഹാസമാനമാർന്ന ചാവറയച്ചന്റെ സംഭാവനകളെ കാലത്തിനും ചരിത്രത്തിനും വായിക്കുവാനാകില്ല എന്ന് ആവർത്തിച്ചുറപ്പിച്ചുകൊണ്ട് സാഗരങ്ങളും നദികളും പർവ്വതങ്ങളും നിലനിൽക്കുവോളം കാലം
കേരളത്തിന്റെ ചരിത്രത്തിൽ ചാവറയച്ചന്റെ ദീപ്തചിന്തകൾ എന്നും പ്രതിഫലിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.